മാതാപിതാക്കൾ പറയുന്ന 8 ദോഷകരമായ കാര്യങ്ങളും അവ കുട്ടികളിലുണ്ടാക്കുന്ന ആഴത്തിലുള്ള മാനസിക ആഘാതങ്ങളും താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, ശാരീരിക രൂപത്തെ കളിയാക്കിക്കൊണ്ടുള്ള വാക്കുകൾ. നീ ഭയങ്കര തടിയനാണ്, തടിച്ചിയാണ്, വല്ലാതെ മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിയുമില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഒരു കുട്ടിയുടെ ശാരീരരൂപത്തെ മോശമായി ചിത്രീകരിക്കുന്നത് അവരിൽ കടുത്ത അപകർഷതാബോധമുണ്ടാക്കും. ഇത് പിന്നീട് ഭക്ഷണക്രമത്തിലെ തകരാറുകൾ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പോലുള്ള ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. രണ്ടാമതായി, അവരുടെ പെരുമാറ്റങ്ങളെ ചോദ്യം ചെയ്യുക. നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അല്ലെങ്കിൽ നീ എന്താ ഒരു വിചിത്ര ജീവിയെപ്പോലെ പെരുമാറുന്നത്? കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് എന്തും വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള പരിഹാസ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും തങ്ങളിൽ എന്തോ വലിയ തെറ്റുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നാൻ കാരണമാകും. മൂന്നാമതായി, സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക. നീ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു തുടങ്ങിയ വാക്കുകൾ കേൾക്കുന്നത് ഒരു മനുഷ്യന് കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. ഇതൊരു കുട്ടിയുടെ അസ്തിത്വത്തെയും സ്വത്വത്തെയും പൂർണ്ണമായി തകർത്തു കളയുന്നു. ഇതവരെ കടുത്ത ഒറ്റപ്പെടലിലേക്കും ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാകുന്ന വിഷാദരോഗത്തിലേക്കും, അതായത് ഡിപ്രഷനിലേക്കും നയിച്ചേക്കാം. നാലാമതായി, കുട്ടിയെ ഒരു ബാധ്യതയായി തോന്നിപ്പിക്കുക. നിനക്ക് വേണ്ടി എനിക്ക് ഒരുപാട് പണം ചിലവാകുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ നോക്കി ഞാൻ മടുത്തു എന്നൊക്കെ പറയുക. സ്വന്തം മാതാപിതാക്കളുടെ ദേഷ്യം ഒഴിവാക്കാൻ അവർ തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കാൻ പഠിക്കുന്നു. അഞ്ചാമതായി, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. നിനക്ക് നിന്റെ സഹോദരനെ പോലെയോ സഹോദരിയെപ്പോലെയോ ആയിക്കൂടെ? അല്ലെങ്കിൽ അയൽപ്പക്കത്തെ കുട്ടികളെ കണ്ടുപഠിക്കുക, അവർ നിന്നേക്കാൾ എത്രയോ ഭേദമാണ്. ഇത് കുട്ടിയുടെ ആത്മാഭിമാനത്തെ പൂർണ്ണമായും തകർക്കുകയും താൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഒന്നിനും കൊള്ളാത്തവനാണെന്ന ചിന്ത അവരിൽ ഉണ്ടാക്കുകയും ചെയ്യും. കൂടാതെ പരസ്പരം സ്നേഹിക്കേണ്ട സഹോദരങ്ങൾക്കിടയിൽ ഇത് വലിപ്പച്ചെറുപ്പവും അസൂയയും വളർത്താൻ കാരണമാകുന്നു. ആറാമതായി, മാനസികമായി തളർത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുക. നീ ഒരു വിഡ്ഢിയാണ്, നീ എന്തിനും തോറ്റവനാണ്, അല്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒന്നിനും കഴിയില്ല തുടങ്ങിയ നേരിട്ടുള്ള അധിക്ഷേപങ്ങൾ. ക്രൂരവും തീർത്തു പറയുന്നതുമായ ഇത്തരം വാക്കുകൾ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. ജീവിതത്തിൽ വിജയിക്കാൻ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സ്വയം വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഏഴാമതായി, ഉപേക്ഷിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഞാൻ നിന്നെ ഇട്ടേച്ചു പോകും, അല്ലെങ്കിൽ ഒരു ദിവസം നീ ഉണരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷമാകും. ഇത് കുട്ടികളിൽ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം, അബാൻഡൻമെന്റ് ആങ്സൈറ്റി, ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ കാരണമാക്കുന്നു. മുതിർന്നവരാകുമ്പോൾ പോലും ആരെയും വിശ്വസിക്കാൻ ഇവർക്ക് കഴിയില്ല. താൻ സ്നേഹിക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും തന്നെ ഇട്ടേച്ചു പോകാം എന്ന ഭയത്തോടെയാണ് ഇവർ ജീവിക്കുക. എട്ടാമതായി, വ്യാജമായ വാഗ്ദാനങ്ങൾ നൽകുക. നീ ഇത് ചെയ്താൽ ഞാൻ നിനക്ക് അത് വാങ്ങിത്തരാം എന്ന് പറയുകയും എന്നാൽ പിന്നീട് അത് ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുക. വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നത് കുട്ടികളിൽ ഒരു അപകടകരമായ ചിന്ത ഉണ്ടാക്കുന്നു. അതായത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ചിന്ത. ഇത് ഈ ലോകം സുരക്ഷിതമല്ലാത്ത ഒരിടമാണെന്ന് അവരെ തോന്നിപ്പിക്കുന്നു. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അവയ്ക്കൊരു കുട്ടിയെ വളർത്താനും തളർത്താനും കഴിയും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകളല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് എന്ന് തിരിച്ചറിയുക. നമുക്ക് ചുറ്റുമുള്ളവരോട് കൂടുതൽ കരുതലോടെ സംസാരിക്കുന്ന ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കാം. ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക.